ഹായ് ഡിയേഴ്സ്, മറ്റൊരു ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാം. കെൽട്രോൺ അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലുള്ള ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് നടത്തുന്ന ഒരു കമ്പനിയാണ് കെൽട്രോൺ. അവിടെ വേരിയസ് പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. വിവിധ ബിടെക് BSc സ്റ്റുഡൻസിനെയാണ് അവർ കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെയാണ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റേജസ്, അതായത് ഒരുപാട് തസ്തികയിലേക്ക് അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. മാനേജർ മുതൽ ട്രെയിനി വരെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. 107 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് www.keltron.org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാനാവുന്നതാണ്. കരിയേഴ്സിൽ ഇവിടെ കെൽട്രോൺ ഇസ് ഹയറിംഗ്, യു ക്യാൻ സീ ഹിയർ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. So this is the notification regarding the job vacancy. നിങ്ങൾ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 25/11/2020 ആണ്. നവംബർ 25 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേരിയസ് പോസ്റ്റുകൾ നോക്കാം. ഹയസ്റ്റ് പ്രയോറിറ്റി മുതൽ താഴേക്കാണ് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ മാനേജർ കാറ്റഗറിയാണ് വരുന്നത്. പോസ്റ്റ് ഇസ് ഫോർ മാനേജർ. ക്വാളിഫിക്കേഷൻ വരുന്നത് BE BTech വിത്ത് മിനിമം 60%. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാത്രമാണ് MBA പറയുന്നത്. സോ ഇവൻ ഇഫ് യു ആർ എ BTech സ്റ്റുഡൻറ്റ് യു ക്യാൻ അപ്ലൈ ദിസ്. പിന്നെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മാനേജർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 15 years ഓഫ് എക്സ്പീരിയൻസ് ഇസ് നീഡഡ് ഇൻ റെപ്യൂട്ടഡ് ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ കമ്പനീസ്. അവിടെ എവിടെയെങ്കിലും ഒരു 15 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫോർ മാനേജർ പോസ്റ്റ്. Then job details you can check here. Pay scale age limit is 45 years for manager post. അതുപോലെ HR മാനേജറും ഇറ്റ്സ് സിമിലർ. MBA ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, ഓർ MSW. Then 15 years experience is also mandatory. അതുപോലെ age limit is again 45 years. Pay scale also you can check here. പിന്നെ നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ പർച്ചേസിൽ വരുന്നതാണ്. 3 വേക്കൻസീസ് ഉണ്ട്. BE BTech വിത്ത് MBA ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 7 years എക്സ്പീരിയൻസ് ഇൻ എ സർട്ടിഫൈഡ് കമ്പനി. പിന്നെ ഗ്രേഡ് സ്കെയിൽ യു ക്യാൻ ചെക്ക്. അഗെയിൻ ഏജ് ലിമിറ്റ് ഇസ് 45 years. സീനിയർ എഞ്ചിനീയർ അടുത്ത പോസ്റ്റ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 3. BE BTech ആണ് പറയുന്നത് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഓർ IT. മിനിമം 4 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, നെറ്റ്വർക്കിംഗ് എക്സെട്ര. പിന്നെ 40 years ആണ് ഏജ് ലിമിറ്റ്. അഗെയിൻ സീനിയർ എഞ്ചിനീയറിൻ്റെ നെക്സ്റ്റ് പോസ്റ്റിന് നമ്പർ ഓഫ് വേക്കൻസീസ് 2. BE BTech ഇൻ ECE ഓർ EEE ഓർ ഏവിയോണിക്സ് ആണ് പറയുന്നത്. 60% മിനിമം കട്ട് ഓഫ്. 4 years എക്സ്പീരിയൻസ് ഇസ് മാൻഡേറ്ററി ഇൻ ഡിഫൻസ് ഓർ സ്പേസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ ഏജ് ലിമിറ്റ് 40 years അഗെയിൻ സീനിയർ എഞ്ചിനീയർ 2 പോസ്റ്റ്. BE BTech ഇൻ ECE ഓർ EEE. CCTV മെയിൻ്റനൻസ്, ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഗവേണൻസ് പ്രോജക്റ്റിൽ 4 years എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 40 years ഏജ് ലിമിറ്റ് അഗെയിൻ. ദെൻ നെക്സ്റ്റ് വി ഹാവ് സീനിയർ ഓഫീസർ HR, MBA or MSW qualification, 4 years experience, post qualification experience in HR development. Then 40 years age limit. Senior officer 2 post ആണ്. BTech in ECE or EEE or IT. 4 years experience again in multi-product company. Engineer 6 post ആണ്. BTech in ECE or EEE. Then 1 year of post qualification experience in embedded system or FPGA programming, signal processing, power electronics, അങ്ങനെ ഏതെങ്കിലും ഒരു UPS, inverter, solars etc. Next is engineer with 7 post. BE or BTech in ECE, EEE or mechanical with 1 year post qualification experience in production IT, electronics etc. 36 years ആണ് അവിടെ ഏജ് ലിമിറ്റ് വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് ഓഫീസർ, ഫിനാൻസ് ഓഫീസർ. ക്വാളിഫിക്കേഷൻ വരുന്നത് CA ഓർ CMA. 4 years എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എഞ്ചിനീയർ ഓഫീസർ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ. അതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് BE BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ BSc ഫിസിക്സ് മാത്സ് ഇലക്ട്രോണിക്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഓർ CS or applied electronics or MCA.
അപ്പം ഈ ക്വാളിഫിക്കേഷൻസ് ചെക്ക് ചെയ്യുക. മിനിമം 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇസ് മാൻഡേറ്ററി ഇൻ ജാവ ഓർ പൈത്തൺ, ജാവ, J2 EE ഓർ പൈത്തൺ. 36 years ആണ് ഏജ് ലിമിറ്റ്. ദെൻ എഞ്ചിനീയർ ഓഫീസർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അഗെയിൻ BE BTech in computer science, BSc physics, maths, electronics with postgraduate qualification in electronics, CS, applied electronics, MCA. 1 year experience in mobile application development or PHP. 36 years ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. നെക്സ്റ്റ് engineer or officer for software development, again BE BTech in computer science, BSc physics, maths, electronics with a postgraduate degree in electronics, CS, applied electronics, MCA. 1 year experience in artificial intelligence. Next is again engineer software with 4 vacancies. Qualification is the same, 1 year experience in GIS application. And engineer trainee, 50 വേക്കൻസീസ് വരുന്നുണ്ട് ഈ എഞ്ചിനീയർ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക്. അവിടെ ക്വാളിഫിക്കേഷൻ, അവിടെ എക്സ്പീരിയൻസ് ആവശ്യമില്ല. യു ക്യാൻ സീ ഹിയർ ദർ ഇസ് നോ നീഡ് ഓഫ് എനി എക്സ്പീരിയൻസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് BE BTech in electronics, electronics and communication, applied electronics, instrumentation, mechanical, electrical, CS, or BSc physics, maths, electronics with postgraduate degree in electronics, CS, applied electronics, etc. So pay scale ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ആസ് ഓൺ 1/1/2020 is 35 years. സോ ദീസ് ആർ ദി വേരിയസ് പോസ്റ്റ്. നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേരിയസ് പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും copies of your certificate and signature is mandatory. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ. സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ബിലോ 20 KB, അതുപോലെ സിഗ്നേച്ചർ ബിലോ 50 KB. അത് സർട്ടിഫിക്കറ്റ് കോപ്പീസ് ഒക്കെ JPG ഫോർമാറ്റിൽ അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 5 MB സൈസ്. അപ്പോൾ അതൊക്കെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് 25/11/2020 വരെ ഉള്ള ഡേറ്റിലാണ്. അതുപോലെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 rupees ആണ്. SC/ST കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഇല്ല. സോ നമുക്ക് അപ്ലൈ ചെയ്യുന്നതും കൂടി ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് കാണാം, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ keltron.org എന്ന ഹോം പേജിൽ തന്നെ കരിയേഴ്സിൽ Keltron is hiring എന്ന് കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ടു ഹിയർ. Then openings, click on to openings. So this is the application portal. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ രജിസ്റ്റർ ഹിയർ എന്ന് കൊടുത്തിട്ട് നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജാണിത്. ഇപ്പം മറ്റേതൊരു ആപ്ലിക്കേഷൻ പോലെ വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഇതുപോലത്തെ മറ്റ് ജോബ് വേക്കൻസീസ് അറിയാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങൾക്ക് ഈ ജോബ് വേക്കൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.